ഒരുപാട് രോഗികളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കങ്ങളും. ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ട്രഡീഷണലായിട്ട് നമുക്കറിയാം സർജറി വെച്ചിട്ടാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നൂതനമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് തൈറോയ്ഡ് നൊഡ്യൂൾ അബ്ലേഷൻ. ഇതുവഴി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കങ്ങളെ നമുക്ക് സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ഇത് എത്ര പേർക്ക് അറിയാം? നമസ്കാരം, ഞാൻ ഡോക്ടർ സലാൽ, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് നൊഡ്യൂൾസ് ബഹുഭൂരിപക്ഷവും നമുക്കറിയാം അത് ബിനൈൻ നൊഡ്യൂൾസ് എന്നാണ്. ബിനൈൻ നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് അല്ലാത്ത മുഴകളാണ്. സാധാരണഗതിയിൽ പേഷ്യൻസ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കോ അല്ലെങ്കിൽ തൈറോയ്ഡിൽ മുഴകളോ ആയിട്ട് വന്നാൽ അവർക്ക് അൾട്രാസൗണ്ട് സ്കാന്, അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയിട്ട് ചെയ്യുന്ന അൾട്രാസൗണ്ട് ഗൈഡഡ് FNAC, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ മുഴകളിൽ നിന്ന് നീര് കുത്തിയെടുത്ത് മൈക്രോസ്കോപ്പിൽ പരിശോധിച്ചിട്ട് നോക്കുന്നതാണ്. ഇതുവഴി നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണോ അല്ലാത്ത മുഴകളാണോ. എല്ലാ തൈറോയ്ഡ് ഗ്രന്ഥി മുഴകളും എല്ലാ തൈറോയ്ഡ് നൊഡ്യൂൾസും നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യം വരാറില്ല. വളരെ ചെറുതോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ നോക്കുമ്പോൾ ഒരു സംശയാസ്പദമായിട്ടുള്ള ഫീച്ചേഴ്സ് ഇല്ലാത്ത നൊഡ്യൂൾസിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. അതല്ല, ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകൾ വളരെയധികം വലിപ്പം ഉള്ളതാവുകയും അതൊരു കോസ്മെറ്റിക് പ്രോബ്ലംസ് ഉണ്ടാക്കുകയും അതല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം കാരണം പേഷ്യൻറ്റിന് ശ്വാസതടസ്സം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഈ പേഷ്യൻസിന് ഒരു ചികിത്സ കൊടുക്കൽ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാവുകയും ട്രഡീഷണലി അതൊരു സർജറി വഴിയാണ് ചികിത്സിച്ചിരുന്നത്. തൈറോയിഡക്ടമി എന്ന സർജറി വഴിയാണ് യൂഷ്വലി ട്രഡീഷണലി നമ്മൾ ഇത്തരം നൊഡ്യൂൾസിനെ ചികിത്സിച്ചിരുന്നത്. ഈ സർജറി വഴി തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ ഭാഗികമായോ പൂർണ്ണമായോ സർജറി ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കാരണം നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്ന ചികിത്സ നമുക്ക് ഇന്ന് അവൈലബിളാണ്. ഇതുവഴി ഒരു നീഡിൽ, ഒരു സൂചി വഴി നമ്മൾ ഈ നൊഡ്യൂളിനകത്തേക്ക് അത് ഇൻസേർട്ട് ചെയ്യുകയും ഈ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ വഴി അത് കരിച്ചു കളയുകയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവഴി നമ്മൾ നോർമലായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയെ എടുത്ത് മാറ്റാതെ നോർമലായി ഉള്ള തൈറോയ്ഡ് ഗ്രന്ഥിയെ അവിടെ വെച്ചുകൊണ്ട് നൊഡ്യൂളിനെ മാത്രം ചികിത്സിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. മൈക്രോവേവ് അല്ലെങ്കിൽ RF അബ്ലേഷൻസിൻ്റെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ സർജറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സ്കാറ്, നെക്കിൽ വലിയൊരു സ്കാറില്ല. അതിന് പകരം ചെറിയ ഒരു പിൻഹോൾ സൈസിലുള്ള ഒരു ചെറിയ മുറിവ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. തൈറോയ്ഡ് നോർമലായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യേണ്ടി വരുന്നില്ല. പൂർണ്ണമായും തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാത്തതിനാൽ തന്നെ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയുടെ ആവശ്യം കുറവായിരിക്കും. സാധാരണഗതിയിൽ ഈ തൈറോയ്ഡ് നൊഡ്യൂൾ അബ്ലേഷൻ ചെയ്യുന്ന പേഷ്യൻറ്റിന് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യം വരാറില്ല. ഒരു ലോക്കൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. അത് യൂഷ്വലി ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മൾ കംപ്ലീറ്റ് പ്രൊസീജിയർ തീരുകയും പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് ഒബ്സർവേഷൻ പീരീഡ് ഒരു 4 hours, മാക്സിമം 4 hours വരെയൊക്കെ ഒബ്സർവേഷൻ പീരീഡ് കഴിഞ്ഞാൽ തിരിച്ച് ഹോസ്പിറ്റലിൽ വിട്ട് ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ടാണ് നമുക്കിത് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നത്. തൈറോയ്ഡ് നൊഡ്യൂൾ അബ്ലേഷൻ മൈക്രോവേവ് ആവട്ടെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആവട്ടെ താരതമ്യേന കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ്. 1%, അതായത് 1% താഴെ മാത്രമേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള റിസ്ക് ഈ പ്രൊസീജിയറിനുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ നമുക്ക് സർജറി മാത്രമായിരുന്നു ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ചികിത്സയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് തൈറോയ്ഡ് അബ്ലേഷൻ ഒരു ചികിത്സാ രീതിയാണ് തൈറോയ്ഡ് നൊഡ്യൂൾസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിനെ ബന്ധപ്പെടുക.